ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറപ്പ് വിശുദ്ധ ബൈബിളിൽ തന്നിട്ടുണ്ട്. ചില വിഷയത്തിന് മുമ്പിൽ സന്ധിയില്ലാത്ത സമരം പോലെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അതല്ലെങ്കിൽ ഈ സമയം വരെ നമ്മൾ ഇരിക്കില്ലായിരുന്നു. എന്ത് വിഷയമാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത് എന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു ഭക്തന്റെ, ഒരു ദൈവ പൈതലിൻ്റെ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ, ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ ആ പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും, അത് ഈ വാക്യത്തിനകത്ത് നമുക്ക് നന്നായി അറിയാം. രണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്നതും ഈ വാക്യത്തിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒന്ന് വിശദീകരിച്ചിട്ട് തെളിവുകളിലേക്ക് പോകാം. ഈ വാക്യത്തിനകത്ത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം, ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിന് പ്രസാദമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചത് മാത്രം കഷ്ടി കൊടുക്കുക എന്നുള്ളതല്ല, അവൻ പ്രാർത്ഥിച്ചതിനേക്കാളൊക്കെ അപ്പുറം കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം.